നമസ്കാരം. ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരുപാട് ഓല ഇലക്ട്രിക് സ്കൂട്ടറുകൾ മഹാരാഷ്ട്രയിലെ പല ഔട്ട്ലെറ്റുകളിലും ലഭ്യമായതിന്റെ പേരിൽ 34 ഓല ഇലക്ട്രിക് ഔട്ട്ലെറ്റുകളാണ് അവിടെ ഗവൺമെന്റ് സീൽ ചെയ്തിരിക്കുന്നത്. CNBC ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിവേക് ബിമാൻവാർ ഈ കാര്യം വെളിപ്പെടുത്തിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ CNBC ചാനലിൽ വന്ന വീഡിയോ മുഴുവനായിട്ട് കാണണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏഷ്യാനെറ്റ് ന്യൂസും ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് നോക്കാം. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് നമ്മൾ ഈ ചാനലിൽ ചെയ്യാറുണ്ട് അല്ലേ. 2025 ഫെബ്രുവരിയിൽ ഓലയുടെ വിൽപ്പന 8647 സ്കൂട്ടറുകൾ മാത്രമായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഓല വിൽപ്പനയിൽ ഇത്രയും താഴോട്ട് പോകുന്നത് നമ്മൾ അധികം കാണാറില്ല അല്ലേ. അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഓല ഒറ്റയടിക്കാണ് 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. 2025 ഫെബ്രുവരി മാസത്തെ സെയിൽസ് റിപ്പോർട്ട് വാഹൻ പോർട്ടിൽ വന്നപ്പം എനിക്ക് തോന്നുന്നത് മാർച്ച് 1-നാണ് ആ റിപ്പോർട്ട് വന്നത്. ആ സമയത്ത് 8647 സ്കൂട്ടറുകളാണ് ഓല വിൽപ്പന നടത്തിയതായിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഫെബ്രുവരി 28-ന് ഓല ഇലക്ട്രിക് 25,000 സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്ത സെയിൽസ് റിപ്പോർട്ടിന്റെ താഴെയും കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ഈ കാര്യം പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 25,000 സ്കൂട്ടർ വിൽപ്പന നടത്തിയ ഓല തന്നെയാണ് നമ്പർ 1. ഈ സെയിൽസ് റിപ്പോർട്ട് തെറ്റാണ്, ഇത് ഫേക്ക് റിപ്പോർട്ടാണ് എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. സത്യം പറയുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ 25,000 സ്കൂട്ടറുകൾ ഓല വിൽപ്പന നടത്തിയെന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഈ പ്രശ്നം ഇപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വാഹൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയേക്കാൾ കൂടുതൽ വണ്ടികൾ ഓലയ്ക്ക് എങ്ങനെയാണ് വിൽക്കാൻ സാധിക്കുന്നത് എന്നതാണ് ചോദ്യം. ഓലയ്ക്ക് അവരുടെ രജിസ്ട്രേഷൻ ഏജൻസിയുമായി വന്ന പ്രശ്നം കാരണമാണ് കൃത്യമായ സെയിൽസ് ഡാറ്റ ലഭിക്കാതിരുന്നത് എന്ന് ഓല പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, എന്തായാലും ഈ കാര്യത്തിലൊക്കെ സംശയം തോന്നിയത് കൊണ്ടാവണം ഓലയ്ക്കെതിരെ അന്വേഷണം നടന്നത്. ആ ഒരു അന്വേഷണത്തിലാണ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരുപാട് വണ്ടികൾ മഹാരാഷ്ട്രയിലെ ഔട്ട്ലെറ്റിൽ നിന്നും പിടിക്കപ്പെട്ടതും ആ ഔട്ട്ലെറ്റുകളെല്ലാം സീൽ ചെയ്തതും. ഈ പിടിക്കപ്പെട്ട വണ്ടികൾക്കൊന്നും ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇതുവരെ ഓലയ്ക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ആ ഒരു റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നിയമം അനുസരിച്ചിട്ടുള്ള സമയം അവർക്ക് നൽകിയിട്ടുണ്ടെന്നും ഇനി അവർ കുറ്റം ചെയ്തതാണെന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത്. ഈ ഓല എന്ന് പറഞ്ഞ കമ്പനിയുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചും നമുക്ക് ഓല ഇറങ്ങി അന്ന് മുതൽ അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഇന്ത്യയിലെ നമ്പർ 1 ആവുക എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ്. അതൊക്കെ ആയിക്കോട്ടെ, വളരെ നല്ല കാര്യം, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ മറന്നുപോയൊരു കാര്യമുണ്ട്, ആഫ്റ്റർ സെയിൽസ് സർവീസ്. സത്യം പറഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു അവരുടെ സർവീസ്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഓലയുടെ കസ്റ്റമേഴ്സ് തന്നെ കൂട്ടത്തോടെ പറഞ്ഞിരുന്ന കാര്യമാണ്. ഓല ഇറങ്ങിയ അന്ന് മുതൽ 1-2 മാസം മുന്നേ വരെ ഈയിടെ ഓലയുടെ മാർക്കറ്റ് ഷെയർ ഒരുപാട് താഴോട്ടും പോയിരുന്നു. അതിനു മുന്നേയും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട കമ്പനിയാണ് ഓല. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധിക കാലം ഈ കമ്പനി നിലനിൽക്കില്ലെന്ന് മിസ്റ്റർ ഭവീഷിന് മനസ്സിലായത് കൊണ്ടാവണം ഇപ്പോൾ ഒരുപാട് സർവീസ് സെന്ററുകൾ പുതിയതായിട്ട് തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ടെക്നീഷ്യൻസിനെ ഇവരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഓല കസ്റ്റമേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓലയുടെ സർവീസ് നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് 90% ഓല കസ്റ്റമേഴ്സും ഇപ്പൊ പറയുന്നത്. പക്ഷെ ബിൽഡ് ക്വാളിറ്റി ഇനിയും നന്നാവാനുണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. എന്തായാലും ഫെബ്രുവരി മാസത്തിൽ 25,000 സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയെന്ന് ഓല പ്രഖ്യാപിച്ചത് അത് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അബദ്ധമായിരിക്കുകയാണ്. കണ്ടകശനിയെല്ലാം മാറിയ ഓല ഒന്ന് നന്നായി വരികയായിരുന്നു. അപ്പോഴേക്കും ഇത് അടുത്തത്